ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആര്യയും മിത്രേനെയാണ്. അങ്ങനെ നമ്മുടെ മിത്രയ്ക്ക് സന്തോഷമായിട്ട് ആര്യനൊരു കിസ്സൊക്കെ കൊടുക്കുകയാണ്. മാത്രമല്ല ഇനി മനസ്സിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിപ്പിച്ചൊന്നും വെക്കില്ല. ഒരാളുടെ മനസ്സിൽ ഒരു കള്ളത്തരവും ഇല്ലെങ്കിൽ എന്ത് സമാധാനമാണെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങ് കയറി പോവുകയാണ്. അവരിങ്ങനെ ബൈക്കിന് അങ്ങ് കയറി പോകുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആകാശിനെയാണേ. അപ്പൊ ആകാശ് നമ്മുടെ മീനാക്ഷിയുടെ വീട്ടിലെത്തി. മീനാക്ഷിയുടെ വീട്ടിലെത്തുമ്പോൾ ആകാശിന് കിട്ടുന്ന സ്വീകരണം വെറും സ്വീകരണമല്ല. അവിടുത്തെ മകനെ പോലെ എന്തോ വലിയൊരാളെ പോലെ തന്നെയാണ് അവര് നമ്മുടെ ആകാശിനോട് പെരുമാറുന്നത്. അതായത് മീനാക്ഷിയുടെ അച്ഛനും അമ്മയും. അങ്ങനെ നമ്മുടെ ആകാശ് ചോദിക്കുക, എന്താ അച്ഛൻ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ മോനെ വിളിച്ചത് വേറൊന്നും കൊണ്ടുമല്ല, മോനെ കാണണം, കുറച്ചു നേരം സംസാരിക്കണം, അതുകൊണ്ടൊക്കെയാ എന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് നമ്മുടെ മീനാക്ഷിയുടെ അമ്മ. അപ്പൊ മീനാക്ഷിയുടെ അച്ഛൻ പറഞ്ഞു, ഹേയ് അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഇന്ന് കുറച്ച് ഫിസിയോതെറാപ്പി ഒക്കെ ഉണ്ട്, അപ്പൊ മോനെ എനിക്കൊരു കൂട്ടുവാകും, പിന്നെ മെഡിസിൻ ഒക്കെ മേടിക്കാനുണ്ട്, അപ്പൊ അതുകൊണ്ടും കൂടിയാ മോനെ വിളിച്ചു വരുത്തിയത്. ഏതായാലും മോനെ കാണുമ്പോൾ മോനോട് മിണ്ടുമ്പോൾ സംസാരിച്ചിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പറഞ്ഞു അതിനിപ്പോ എന്താ, നിങ്ങൾക്ക് തോന്നുമ്പോ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് മീനൂട്ടിയുടെ ഫോൺ വരിക. മീനൂട്ടിയുടെ ഫോൺ വന്ന ഉടനെ തന്നെ ആകാശ് പറഞ്ഞു, ഇതേ മീനാക്ഷിയെ വിളിക്കുന്നതെന്ന്. ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തു. ഫോൺ എടുത്തത് മീനൂട്ടി ചോദിച്ചു, അതേ ആകാശേ, എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ വരുമോ? ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ പോരും, അപ്പം ബസ് കറക്റ്റ് സമയത്ത് കിട്ടില്ല, അപ്പൊ അതുകൊണ്ടാ കുറെ നേരം അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കണം, എന്നെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകാൻ വരുമോ എന്ന് ചോദിച്ചപ്പം നമ്മുടെ ആകാശ് പറഞ്ഞു, അത് പിന്നെ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരണോ? അതെ, ഞാനിപ്പം വീട്ടിലാ ഉള്ളത്. വീട്ടിലോ? അപ്പൊ ആകാശ് കടയിൽ നിന്ന് വീട്ടിൽ പോയോ? കഷ്ടമായി പോയിട്ടോ, എന്നെ ഒന്ന് വിളിച്ചു പറയത്തില്ലായിരുന്നോ? അത് പിന്നെ ഞാനിപ്പം നിന്റെ വീട്ടിലാ മീനാക്ഷി ഉള്ളത്. ദേ ആകാശേ, വെറുതെ പറ്റിക്കരുത് കേട്ടോ, പറ്റിക്കാനാണെങ്കിലും ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞപ്പോ സത്യമായിട്ടും മീനാക്ഷി, ഞാൻ നിന്റെ വീട്ടിലാണുള്ളത്, ഞാനേ വേണമെങ്കിൽ നിന്റെ അമ്മയുടെ കൈ കൊടുക്കാന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോഴത്തേക്കും അമ്മേ സത്യമാണല്ലേ, ആകാശ് അവിടെ ഉണ്ടല്ലേ? അതേ മോളെ, ആകാശ് ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല കുറച്ച് മെഡിസിനൊക്കെ മേടിക്കണമായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആകാശിനെ വിളിച്ചതാ. ആണോ? എങ്കിൽ പിന്നെ ആകാശിന്റെ കയ്യിലൊന്നും കൊടുത്തേ. അപ്പൊ ആകാശ് മേടിച്ചു. ആകാശ് മേടിച്ചത് പറഞ്ഞു, അതേ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ട് തന്നെയൊക്കെയാണോ ഇപ്പൊ അങ്ങോട്ടേക്കുള്ള ഈ പോക്ക്? അല്ല, അറിയാതെയാണെങ്കിലേ ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ വേറൊരു വിഷയം നടക്കൂല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാന്ന് പറഞ്ഞപ്പം വീട്ടിലുള്ള എന്റെ പ്രധാനപ്പെട്ട ആളായ അച്ഛൻ അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. അച്ഛനോട് ചോദിച്ച് അനുവാദം മേടിച്ചിട്ട് തന്നെയാ. എങ്കിൽ പിന്നെ കുഴപ്പമില്ല. എങ്കിൽ പിന്നെ മീനാക്ഷി, നീ ഇങ്ങോട്ടേക്ക് പോരെ, നമുക്ക് ഇവിടെ കുറച്ചു നേരം ഇരുന്ന് നിന്റെ അച്ഛനും അമ്മയോടൊക്കെ നീ സംസാരിച്ച് നമുക്ക് തിരിച്ചു വീട്ടിൽ പോകാം. എങ്കിൽ ശരി ആകാശ്, ഫോൺ വെച്ചോ, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷമായി മീനാക്ഷിക്കും. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ആകാശിനോട് പറയാണ്, ആകാശ് നീ ഒരു കാര്യം ചെയ്യുക, ഡ്രസ്സൊക്കെ മാറ്, ഏതായാലും കുറച്ചു നേരം ഇവിടെ ഉണ്ടല്ലോ, മീനൂട്ടി വരുമ്പോൾ ഇച്ചിരി താമസിക്കും, ഡ്രസ്സൊക്കെ മാറിയിട്ട് റൂം കാണിച്ചു തരാം. മീനൂട്ടിന്റെ റൂമിൽ പോയി ഫ്രഷ് ആകാനൊക്കെ പറയാണ്. അപ്പോഴത്തേക്കാണ് അവിടെ ഒരു മാമൻ ഉണ്ടല്ലോ, ആ മാമൻ വന്നത്. മാമൻ ഇച്ചിരി എന്താ പറയാ, ഇച്ചിരി പുള്ളിക്കാരൻ ഇച്ചിരി ഒരു കുഴുത്തുരുമ്പുകാരനാണ്. അപ്പൊ പുള്ളിക്കാരൻ വന്നോണ്ട് തന്നെ ആകാശം എപ്പോഴാണ് വന്നത്? അല്ല, കടയിലൊന്നും പോയില്ലേ ഇന്ന്? കടയൊന്നും ഇല്ലായിരുന്നു, അങ്ങോട്ട് അവധി എടുത്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം അത് പിന്നെ കടയിൽ അത്യാവശ്യത്തിന് സ്റ്റാഫ് ഉണ്ട്, അപ്പൊ എനിക്ക് അവധി എടുക്കേണ്ട കാര്യമൊന്നുമില്ല, അത്യാവശ്യത്തിന് സ്റ്റാഫ് ഉണ്ട് എന്ന് പറയപ്പം ഞാൻ ആകാശിനെ കുറിച്ച് തിരക്കിയായിരുന്നു. ആകാശ് ഒരു പലചരക്ക് കച്ചവടക്കാരനാണെന്ന് എല്ലാവരും പറഞ്ഞു, എങ്കിൽ ഈ വിദ്യാഭ്യാസക്കുറവേ അത് വല്ലാത്തൊരു കുറവ് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആകാശ് പറഞ്ഞു, അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഞാനൊരു പലചരക്ക് കടയിലെ കച്ചവടക്കാരൻ തന്നെയാണ്, അതിനിപ്പം എന്താ വലിയ പ്രശ്നമുണ്ടോ? എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല, എന്നെ കിട്ടിയ മീനാക്ഷിക്കും പ്രശ്നമായിട്ട് തോന്നുന്നില്ല, പിന്നെ വേറെ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കുന്നില്ല, ഞാനത് സ്വീകരിക്കുന്നില്ല. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ പ്രശ്നം വെച്ചോണ്ടിരുന്നോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് മീനൂട്ടിയുടെ അച്ഛന് ദേഷ്യം വന്നിട്ട്, അതായത് ആ മാമനോട് പറഞ്ഞു, എന്നാടാ നീ എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇതേ നമ്മുടെ മോളുടെ ഭർത്താവാന്ന് നിനക്ക് അറിയത്തില്ലേ? നീയേ വേണ്ട, സംസാരം മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എങ്കിലും നമ്മുടെ മീനൂട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്, മോനെ വിദ്യാഭ്യാസം എന്നത് അത് വലിയ കാര്യം തന്നെയാണ്, നമ്മുടെയൊക്കെ അറിവ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം, അത് എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല. അത് പിന്നെ അച്ഛൻ എനിക്ക് പഠിക്കാൻ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ആ ഒരു സമയത്ത് അച്ഛൻ എന്നെ കടയിൽ കയറ്റി, പിന്നെ ആ ഒരു ടച്ച് അങ്ങ് വിട്ടുപോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മീനാക്ഷിയുടെ അമ്മ പറഞ്ഞു, അതിനിപ്പോ എന്താ, ഇനിയും സമയം കൊണ്ട് കിടക്കുകയല്ലേ, പിന്നെ എന്താ ഈ പഠനത്തിനും കാര്യത്തിനൊന്നും പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല, നമുക്ക് ഏത് പ്രായത്തിലും പഠിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷിയുടെ അമ്മ നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇതേ സമയം പിന്നെ കാണിക്കുന്നതേ നമ്മുടെ ഗോമതിനെയാണ്. ഗോമതി കിച്ചണിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും പരിപാടികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ
ദേവി വരികയാണ്. ദേവി വന്നിട്ട് അമ്മ ഇവിടെ എന്തെടുക്കുക, അല്ല അമ്മ എന്താ ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം ഞാനിവിടെ കുറച്ച് പണിയൊക്കെയാ മോളെ. അല്ല മോള് പോയിട്ട് എന്താ ഈ വീട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഓ അവിടെ പോയിട്ട് എന്താകാനാ, ഇവിടുത്തെ വിശേഷം തന്നെ അവിടുത്തെ വിശേഷം. ഇവിടുത്തെ വിശേഷം തന്നെ അവിടുത്തെ വിശേഷം, അതെന്ത് വിശേഷം? അല്ല അവിടുത്തെ അമ്മയ്ക്ക് ഇവിടുത്തെ അമ്മേനെ കുറിച്ച് ചോദിക്കാനേ സമയമുള്ളൂ. ആണോ, സത്യമാണോ? അതേന്നേ, അമ്മയ്ക്ക് ഇവിടുത്തെ അമ്മേനെ കുറിച്ച് തന്നെ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കണം. പിന്നെ അമ്മയ്ക്കൊരു സങ്കടമുണ്ട്. നമ്മുടെ മറ്റേ ഹണിമൂൺ കാര്യമേ അമ്മ വന്ന് പറഞ്ഞിട്ടും ഇതുവരെ പോയില്ലല്ലോ, അതിൻ്റെ ഒരു സങ്കടം. ആണോ? അല്ല അതിന് ബാലച്ചനും അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും സമ്മതിച്ചാണല്ലോ, നിങ്ങൾക്ക് പൊക്കൂടെ? അത് പിന്നെ അത് ശരിയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അന്ന് നിങ്ങളെല്ലാവരും ഒരുമിച്ചല്ലേ മീനാക്ഷിയും ആകാശിൻ്റെയൊക്കെ ഹണിമൂണിന് പോയത്? അല്ല അന്ന് പോയപ്പോൾ എങ്ങനെയായിരുന്നു? വളരെ രസകരമായിരുന്നു അമ്മ. അന്നത്തെ കാര്യം ഒന്നും പറയാതിരിക്കാം മോളെ ഭേദം. ദേ ഇതാരോടും പറയല്ലേ. പാവം ആകാശും മീനാക്ഷിയും എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്നറിയോ. ഒന്ന് തനിയിരുന്ന് സംസാരിക്കാനോ ഒന്ന് എന്താ പറയുന്ന എൻജോയ് ചെയ്യാനോ അവർക്ക് പറ്റിയിട്ടില്ല. അത്രമാത്രം പാടുപെട്ടു. അതുകൊണ്ടാ പറഞ്ഞത് നിങ്ങൾ ഹണിമൂണിന് പോകുമ്പോൾ തന്നെ പോയാൽ മതിയെന്ന്. ആണോ? ആഹാ അങ്ങനെയാണല്ലേ. അപ്പോഴത്തേക്കാണ് അതെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് മിത്രനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. മിത്രയും ആരും നമ്മളിൽ നിന്ന് എന്തോ മറയ്ക്കുന്നില്ലേ, എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നില്ലേ എന്നെനിക്കൊരു സംശയം. അപ്പോഴത്തേക്കും നമ്മുടെ ഗോമതി പറഞ്ഞു, എന്ത് മറയ്ക്കുന്നില്ല നമ്മോളി പറയുന്നത്? അല്ല എന്തോ മറയ്ക്കുന്നു, അതെനിക്കറിയാം. നമ്മളിൽ നിന്നൊക്കെ എന്തോ മാറ്റി വെച്ചേക്കുന്നു. അത് മാത്രമല്ല മിത്രയ്ക്ക് ഭയങ്കര വിഷമമുണ്ട്. മിത്രയുടെ മുഖത്തൊരു സന്തോഷമില്ല എപ്പോഴും. എന്തൊക്കെയോ ഉണ്ട്, നമുക്കൊന്ന് കണ്ടുപിടിക്കണ്ടേ. അവർക്കിടയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ മിത്ര വരുമോ? മിത്ര വന്നപ്പോഴത്തേക്കും അമ്മേ ദേ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം മിത്രയല്ല മിത്ര കയറി വന്നിട്ട് എന്ത് പറ്റി, നിങ്ങൾ എന്താ സംസാരിച്ചുകൊണ്ടിരുന്നത്? അതേ മിത്രയെ കുറിച്ച് സംസാരിക്കായിരുന്നു പറഞ്ഞപ്പോഴത്തേക്കും എന്നെക്കുറിച്ച് എന്താ സംസാരിക്കാനാ? അത് പിന്നെ മിത്രയുടെ മുഖത്ത് വല്ലാത്തൊരു മ്ലാനതയാണല്ലോ. മ്ലാനതയോ? അതെന്താ? വല്ലാത്ത എന്തോ ഒരു പ്രത്യേകതയാണ് മിത്രയുടെ മുഖത്ത്. ഒരു വെളിച്ചവോ സന്തോഷമോ ഒന്നും തന്നെയില്ല. ആര് പറഞ്ഞു എൻ്റെ മുഖത്ത് വെളിച്ചവും സന്തോഷവും ഒന്നും ഇല്ലെന്ന്? അതെ, എൻ്റെ മുഖത്ത് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ആര്യൻ എപ്പോഴും ഏതൊരു പ്രതിസന്ധിയിലും എൻ്റെ കൂടെ നിൽക്കും. അതിപ്പോൾ ആര്യ മാത്രമാണോ? എൻ്റെ കൂടെ ആനന്ദേണ്ണ നിൽക്കാറുണ്ട്, അമ്മയുടെ കൂടെ ബാലച്ചനും നിൽക്കാറുണ്ട്. അതിപ്പോൾ ഇതിന് പ്രത്യേകത ഇരിക്കുന്നത്. അതിന് പ്രത്യേകതയുണ്ട്. അതൊന്നും പറഞ്ഞാലേ ഇപ്പം മനസ്സിലാവത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ല മിത്രേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. മിത്ര എന്തോ ഇതിൽ നിന്ന് ഒളിക്കുന്നില്ലേ? ആ കണ്ണിങ് കൊണ്ടുവന്ന് ആ ഇടം കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തുടിക്കുന്നില്ലേ? എന്തോ ഒളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്ന് ദേവിയെടുത്ത് ഞാനൊന്നും ഒളിക്കുന്നില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം, എനിക്കറിയാൻ കണ്ടുപിടിക്കേണ്ട വഴി ഏതാന്ന് എന്ന് പറഞ്ഞ് അങ്ങ് പോയിട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മിത്ര ചോദിച്ചു, എന്താ അമ്മ ഇത്? ആർക്കറിയാം എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ ഗോമതി അങ്ങ് ഒഴിഞ്ഞു മാറി. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ധർമ്മനെയാണ്. ധർമ്മൻ സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് നേരെ ചെല്ലുകയാണ് അമ്മേനെ കാണാൻ. അങ്ങനെ ധർമ്മൻ അമ്മേനെ കാണാൻ ചെല്ലുന്നത് സ്വീറ്റ്സ് കൊടുക്കുന്നു, കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് ഓടിച്ചു കൊടുക്കുന്നു. ഒത്തിരി ഒന്നും കഴിക്കുമെന്ന് വേണ്ട, ഷുഗറാണ്, അതുകൊണ്ട് കുറച്ച് കഴിക്കാൻ മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊടുക്കുന്നു. ബാക്കി സ്വീറ്റ്സ് ഏട്ടത്തിമാർക്ക് കൊടുക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ആനന്ദനും അച്യുതനും വരുന്നത്. അപ്പോൾ ഇവർ വന്ന് അതും വിവാഹത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ ഗോമതിയുടെ കാര്യം എടുത്തെടുത്തത്. ഗോമതി നിങ്ങളുടെ പെങ്ങളല്ലേ, അവളും കൂടി ഈ കാര്യം അറിയണ്ടേ എന്നുള്ള രീതിയിൽ ഇത് കേട്ടതും സഹിക്കുമോ? ഒറ്റ ഓർണം കൊടുത്തു. അച്യുതൻ കാരണക്കുറ്റി പൊട്ടിച്ചു. ആനന്ദനാണോ അച്യുതനാണ് ആരോ കാരണക്കുറ്റി പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ധർമ്മനങ്ങ് എന്തോ പോലെ ആയിപ്പോയിട്ടോ. അപ്പോഴത്തേക്കുമാണ് ഗോമതിയുടെ അമ്മയ്ക്ക് സങ്കടമായി. ഗോമതിയുടെ അമ്മ പറഞ്ഞു, ദേ നിന്നോട് ഞാൻ ഇതാ ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവന്മാരുടെ തല്ലി മേടിക്കാൻ വേണ്ടി എന്തിനാ മോൻ ഇങ്ങോട്ടേക്ക് വരുന്നത്? മോൻ ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിലും അമ്മയ്ക്ക് സങ്കടമില്ല, പക്ഷെ അതിനേക്കാൾ വലിയ സങ്കടമല്ലേ ഈ വന്നിട്ട് അടി ചോദിച്ച് മേടിക്കുന്നത്. അതുകൊണ്ട് മോൻ പൊക്കെ എന്നും പറഞ്ഞ് ധർമ്മനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പം ധർമ്മൻ ഇപ്പറേ വന്നിട്ട് ഭയങ്കര കരച്ചിലായിട്ട് കസേരയിൽ ഇങ്ങനെ മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഗോമതി ഒന്ന് ചോദിച്ചു, എന്താ ധർമ്മ നിനക്ക് പറ്റിയത്? നിനക്ക് എന്തോ ഒരു മ്ലാനത, എന്തോ മുഖത്ത് എന്തോന്ന് പോലെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നുമില്ല, എടാ ഇങ്ങോട്ട് നീ നോക്കിയടാന്ന് പറഞ്ഞപ്പോൾ കണ്ണിക്കൂടെ കുടുകുടുകുടുകുടുകുടുകുടുകുടുകുടാ കണ്ണിനീര് വരുന്നു, കവള് ചുവന്ന് കിടക്കുന്നു. ഇത് കണ്ടത് നമ്മുടെ ഗോമതി ചോദിച്ചു, ഇത് എന്താണ് പറ്റിയത്? നീ എന്തിനാ കരയുന്നത്? നിന്റെ മുഖത്തെന്താ ഒരു പാട്? അത് പിന്നെ ചേച്ചി എന്താടാ തുറന്നു പറയടാ, സത്യം പറയടാ, എന്താടാ നിനക്ക് പറ്റിയത്? അത് പിന്നെ ഞാൻ ഇന്ന് കൃഷ്ണമംഗലം വരെ ഒന്ന് പോയിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോൾ ഉണ്ടായ കാര്യം ഇന്നിങ്ങനെ പറയുകയാണ്. അപ്പം അത് നമ്മളിങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. ഇത് കേട്ട ഉടനെ ഓഹോ അത്രയ്ക്ക് ധൈര്യമോ? ഇത് ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോൾ ഇല്ല
വേണ്ട ചേച്ചി പോകണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊരു കാര്യം പറയാം, എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല, ഞാൻ ചോദിക്കും. കാരണം എൻ്റെ അമ്മ പ്രസവിച്ചെന്നേ ഉള്ളൂ, ഞാനാ നിന്നെ വളർത്തിയത്. എൻ്റെ സാരിത്തുമ്പി പിടിച്ചാ നീ വളർന്നത്. അറിയാലോ, എനിക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ നീ എൻ്റെ കൂടെ നിന്നു. എനിക്ക് പിറക്കാതെ പോയ മോനാ നീ, എൻ്റെ അനിയനല്ല ഒരിക്കലും. ഇതെനിക്ക് ചോദിക്കണം, ചോദിച്ചേ പറ്റൂ. വേണ്ട ചേച്ചി വേണ്ട, എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാൻ വെറും ഒരു പൊട്ടനായി പോയതോ? എൻ്റെ ഏട്ടനല്ലേ എന്നെ തല്ലിയത്, പിന്നെ എന്തിനാ? എൻ്റെ ഏട്ടൻ എന്നെ തല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. എന്നെ തല്ലാനും ശ്വാസിക്കാനും ഉള്ള അധികാരം എൻ്റെ ഏട്ടന്മാർക്കും എൻ്റെ ചേച്ചിക്കൊക്കെ എന്നോടില്ലേ, പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ ഗോമതി അങ്ങ് കരയാൻ തുടങ്ങിയിട്ടോ. അപ്പൊ ഗോമതി പറഞ്ഞു, എടാ എന്താടാ ഇത്, എനിക്ക് ഇതിനെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലടാ. നിനക്കിട്ട് ഈ അടിയുണ്ടല്ലോ, അത് എന്റെ മനസ്സിലാടാ കൊണ്ടത്. ഇതൊക്കെ മതി ചേച്ചി. ഞാൻ ക്ഷമിച്ചു, അവരോട് ഞാൻ എല്ലാം ക്ഷമിച്ചു. എന്റെ ചേച്ചി എല്ലാത്തിനും എന്റെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഏതായാലും ഗോമതി വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ ഇത് കണ്ടിട്ട്. അപ്പൊ ഈ ഒരു ഭാവമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷം നമ്മുടെ നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷം ഇടാത്തതിൽ എല്ലാവരും പരാതിയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് അപ്കമിങ് വിശേഷം ഒരെണ്ണം ഉച്ചയ്ക്ക് ഇടുന്നതായിരിക്കും, ഒരു 12:45 ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കാണുക. അപ്പം അടുത്ത വിശേഷവുമായിട്ട് വരാം. നയനയുടെയും ആദർശിന്റെയും ഫുൾ വിശേഷവും രേവതിയുടെയും സച്ചിയുടെയും ഫുൾ വിശേഷവും നമ്മൾ നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ കയറി കണ്ടോളൂ. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് വരാം. ലൈക്ക് അടിച്ചിട്ട് പോണേ. ടാറ്റാ, ബൈ ബൈ.